നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാം ഭാവം. മൂന്നാം ഭാവം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? മൂന്നാം ഭാവത്തിൻ്റെ കാരകൻ കുജനാണ്. മൂന്നാം ഭാവം ചിന്തിക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്, ധൈര്യമാണ്, വീര്യമാണ്, ദുർബുദ്ധിയാണ്, പരാക്രമമാണ്, അതുപോലെ തന്നെ ഇളയ സഹോദരങ്ങളാണ്, അതുപോലെ തന്നെ ചെറിയ യാത്രകളാണ്. ഇതൊക്കെയാണ് മൂന്നാം ഭാവം പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. പൊതുവിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്, ധൈര്യഭാവമാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ കാരകൻ ഏറ്റവും കൂടുതൽ ഇതിൽ പറയുന്നത് കുജൻ്റെ കാരകത്വം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഭാവത്തിന് ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരൻ, പരാക്രമം ഒക്കെ വരുന്നത് ഈ കുജനെ കൊണ്ടായതുകൊണ്ടായിരിക്കും. കൂടുതലും കുജന്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ വീര്യം ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കും കുജൻ കാരകനായത്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് നോക്കുന്നതെങ്കിൽ ബുധനെയും കൂടി ഒന്ന് കണക്കിലെടുത്തോണം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. മൂന്നാം ഭാവത്തെ നോക്കുമ്പം കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബുധനെയും കൂടി ഒന്ന് കണക്കിലെടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നും. അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ, തൊണ്ട, അച്ഛൻ്റെ മരണം, ഇതൊക്കെ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. പൊതുവെ ഏത് ഭാവവും ചിന്തിക്കുന്ന പോലെ തന്നെ ഭാവവും ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം തൽപതി, ആ ഭാവത്തിൻ്റെ അധിപൻ കാരകാഖ്യ ഗ്രഹം, കാരകഗ്രഹം, അതുപോലെ അവിടെ അംശിച്ചിരിക്കുന്ന ഗ്രഹം, സ്ഫുടം വീണിരിക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ അധിപൻ, ഭാവാധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രം, നക്ഷത്രാധിപൻ, ഭാവാധിപൻ നിൽക്കുന്നത് കേന്ദ്രത്തിലാണോ, ത്രികോണത്തിലാണോ, അതല്ലെങ്കിൽ മോശഭാവങ്ങളിലാണോ, ഇവിടെ ഇതെല്ലാം ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ആകെത്തുകയായിട്ടാണ് ആ ഭാവത്തിൻ്റെ ഫലം വരുന്നത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഓർത്ത് വെക്കുക. ഇവിടെ നമ്മൾ അതിൽ ഒരു കാര്യം മാത്രമാണ് എടുക്കുന്നത്. മൂന്നാം ഭാവാധിപനായ ഗ്രഹം കൂടുതലും ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് മൂന്നാം ഭാവാധിപനായ ഗ്രഹം ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലമായിരിക്കും തരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അവിടുന്ന് തുടങ്ങാം. മൂന്നാം ഭാവാധിപനായ ഗ്രഹം ലഗ്നത്തിൽ നിന്നാൽ എന്തൊക്കെ ഫലമായിരിക്കും? സ്വന്തം കഴിവ് കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള കഴിവ്. മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് സെയിൽസിനും മാർക്കറ്റിങ്ങിനും ഒക്കെ നല്ല കഴിവായിരിക്കും. സ്വന്തം കഴിവുകൊണ്ട് ഉപജീവനം കണ്ടെത്തും. ന്യായീകരിക്കാനുള്ള, സ്വന്തം കാര്യങ്ങളെ തെറ്റുകളാണെങ്കിൽ പോലും ന്യായീകരിക്കാനുള്ള കഴിവ്. നമ്മൾ പറയത്തില്ല ഈ ആടിനെയൊക്കെ പട്ടിയാക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്, അത് പട്ടിയാക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള കഴിവ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ ഭയങ്കര കഴിവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളൊരു കഴിവ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്നാൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടും അതുപോലെ തന്നെ പാട്ട്, നൃത്തം ഇത്യാദികൾ കൊണ്ടുമൊക്കെ നമുക്ക് ശുക്രനും കൂടെ ബലമുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടില്ലേ, അത് കുറേ ദൂരെ നിന്ന് കേട്ട് കഴിഞ്ഞ് ഇവർ പാടുന്ന പകുതിയും പിച്ച് ഔട്ടായിരിക്കും. പക്ഷേ ഈ ആ സംഗീതവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ആ ഒരു താളത്തിനനുസരിച്ച് ആ മ്യൂസിക് ഇട്ട് അങ്ങനെ ഒരു ഓളത്തിന്, പക്ഷെ ആ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ ഈ മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് ആ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരുടെ ഇടയിലൊക്കെ ഇവർക്ക് സംസാരിക്കുന്ന, ഇവർക്ക് ഇടിച്ചു കയറി ഇടപെടാനും സംസാരിക്കാനുമുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് ധൈര്യം കൂടും, വീര്യം കൂടും, ചിലപ്പം ദുർബുദ്ധി കൂടും, പരാക്രമങ്ങൾ കൂടും. അതുപോലെ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാകും. മൂന്നാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളയ സഹോദരങ്ങളിൽ നിന്നും സ്നേഹവും സന്തോഷവും ഒക്കെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ബലപ്പെട്ടാൽ. ഇനി മൂന്നാം ഭാവാധിപൻ 2-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം നോക്കാം. മൂന്നാം ഭാവാധിപൻ 2-ൽ നിൽക്കുന്നത് പൊതുവെ അത്ര നല്ലതല്ല. കാരണം വെച്ചാൽ 3 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, അതുപോലെ തന്നെ 2-ാം ഭാവത്തിൻ്റെ മുന്നോട്ടുള്ള ഭാവമാണ്. അത് 2 കുറച്ച് വളരുന്ന ഭാവമാണ് 3. അതിൻ്റെ 12-ാം ഭാവം, അതായത് 3-ൻ്റെ 12-ാം ഭാവമാണ് 2 എന്നുള്ളതുകൊണ്ട്, ഭാവാൽഭാവ ചിന്തനയിൽ 3-ൻ്റെ 12-ാം ഭാവമാണ് 2 എന്നുള്ളതുകൊണ്ട് മൂന്നാം ഭാവാധിപൻ 2-ൽ നിൽക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ മിക്കപ്പോഴും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും കൂടുതൽ. അതുപോലെ മൂന്നാം ഭാവാധിപൻ 2-ൽ നിൽക്കുമ്പം ധൈര്യം, വീര്യമൊക്കെ കൂടുതലും
ഈ രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും കൂടുതലും ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സന്തോഷം പൊതുവെ കുറവായിരിക്കും. ഇവർ പറയുന്നത് പലപ്പോഴും പെടാതെ പോകും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ തന്നിലേക്ക് അടുപ്പിച്ചെടുക്കാൻ, അത് മറ്റുള്ളവരുടെ റിലേഷൻ ആയിരിക്കാം, മറ്റുള്ളവരിൽ നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും തന്നിലേക്ക് അടുപ്പിച്ചെടുക്കാനുള്ള ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരാം, അല്ലെ ഇളയ സഹോദരങ്ങൾ നിമിത്തം സാമ്പത്തിക നഷ്ടങ്ങൾ വരാം. ഇങ്ങനെയൊക്കെ വരാം. പൊതുവെ എൻ്റെ അനുഭവത്തിലും ഗ്രന്ഥങ്ങളിൽ പറയുന്നതും മൂന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്നത് അത്ര നല്ലതായിട്ട് അല്ല എന്ന് ഉള്ളതാണ്. പൊതുവെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട്, മൂന്നാം ഭാവാധിപൻ കമ്മ്യൂണിക്കേഷനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ അത് രണ്ടിൽ നിൽക്കുമ്പം രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളിൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ്, അല്ലെങ്കിൽ ധനവുമായിട്ട് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ആയിരിക്കും കുറച്ച് കൂടാനുള്ള സാധ്യതയും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് ഒരുപാടടുത്ത് കണ്ടിട്ടുമുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജാതകങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക. കാരണം ഈ മൂന്നാം ഭാവാധിപൻ രണ്ടിൽ പോയിട്ട് ബലക്ഷയം വന്ന് നിൽക്കുമ്പം ഉണ്ടാവാവുന്ന പല പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി മിഥുനൻ രാശിക്കാർക്ക് മൂന്നാം ഭാവാധിപനായിട്ടുള്ള രവി രണ്ടിൽ കർക്കിടകത്തിൽ നിൽക്കുന്നവർ ഈ പറഞ്ഞ പല സ്വഭാവങ്ങളും കാണിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തത് മൂന്നാം ഭാവാധിപൻ മൂന്നിൽ. ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുന്നത് ബലമാണെന്നറിയാലോ. അതിനി പറയേണ്ട കാര്യമില്ല. ഇത്രയും 180 മുകളിൽ വീഡിയോ ആയണക്ക് ഭാവാധിപൻ ഇവിടെ നിന്നാൽ എന്ത് ഫലം എന്നുള്ളത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ മൂന്നാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്നത് ബലം തന്നെയാണ്. അത് സ്വന്തം നക്ഷത്രത്തിലും കൂടെ ആണെങ്കിൽ അതിബലം 100% ഫലം ഉറപ്പാണ്. അപ്പം മൂന്നാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുകയും ചെയ്താൽ ധൈര്യം കൂടും, വീര്യം കൂടും, കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി കൂടും, നല്ല സുഹൃത്തുക്കളുണ്ടാവും, അതുപോലെ ഇളയ സഹോദരങ്ങളുണ്ടാവും, അവരെ വളരെ സ്നേഹമായിരിക്കും. കുജനോ ശനിയോ ആണെങ്കിൽ ഇളയ സഹോദരങ്ങൾക്ക് ദുഃഖമായിരിക്കും ഫലം കേട്ടോ. മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് മൂന്നാം ഭാവാധിപനായിട്ട് കുജനോ മൂന്നാം ഭാവാധിപനായിട്ട് ശനിയോ ആണ് നിൽക്കുന്നത് എങ്കിൽ ഇളയ സഹോദരങ്ങൾക്ക് അംഗവൈകല്യങ്ങളോ, ഇളയ സഹോദരങ്ങൾ വളരെ സ്നേഹിച്ചിട്ട് അവരകന്നു പോവുകയോ, അല്ലെങ്കിൽ ഇളയ സഹോദരങ്ങൾ നിമിത്തം ദുഃഖമോ അല്ലെ മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പൊതുവേ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ 3ഉം 5ഉം ഭാവാധിപനുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നിൽ തന്നെ നിൽക്കുക. അപ്പോൾ മൂന്നാം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുക, 5ആം ഭാവത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ 5ആം ഭാവത്തിൻ്റെ നക്ഷത്രത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, 5ആം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നല്ല ഒന്നാം തരം ആർട്ടിസ്റ്റ് ആയിരിക്കും, ബോൺ ആർട്ടിസ്റ്റ് ആയിരിക്കും. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് അവരുടെ ഭാവങ്ങളിലൂടെ ആശയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അസാധ്യ കഴിവ് അവർക്കുണ്ടാവും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. പലരുടെയും ജാതകങ്ങളിൽ കണ്ടിട്ടുണ്ട് 3rd ഹൗസ് 5th ഹൗസും തമ്മിലുള്ള ബന്ധത്തെയും ഒരാളുടെ മനസ്സിൻ്റെ ഏറ്റവും ബാഹ്യമായ അവസ്ഥ 3ആം ഭാവവും ഏറ്റവും ആന്തരികമായ അവസ്ഥ, അതായത് തോട്ട്സ് ജനറേറ്റ് ചെയ്ത് വരുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇത് 5ഉം കോൺഷ്യസ് മൈൻഡ് 3ഉം ആണ്. അപ്പം ചിത്തം, ബുദ്ധി, അഹങ്കാരം, മനസ്സെന്ന് പറഞ്ഞിട്ട് 4ആയിട്ട് തിരിച്ചിട്ട് ഈ 3 മുതൽ 5 വരെയുള്ളതിനെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് വളരെ ലളിതമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം കോൺഷ്യസ് മൈൻഡാണ് 3ആം ഭാവം. അപ്പം 3ആം ഭാവാധിപൻ അവിടെ നിൽക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ് വളരെ അലേർട്ടായിട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, കാലദേശങ്ങൾക്കനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ളത് നല്ല ധാരണയായിരിക്കും. അത്യാവശ്യം നല്ലതാണ് 3ആം ഭാവാധിപൻ മൂന്നിൽ നിൽക്കുന്നത്. 3ആം ഭാവാധിപനായ വ്യാഴം മൂന്നിൽ നിന്നാൽ നന്നായിട്ട് ദാനധർമ്മങ്ങളും ചെയ്യും. മൂന്നിൽ വ്യാഴം നിൽക്കുന്നത് പൊതുവേ ദാനം കൊടുക്കുന്നതാണ്. പൊതുവെ 3ആം ഭാവമാണ് ദാനസ്ഥാനം. അർഹതയുള്ളവരെ സഹായിക്കാനും സുഹൃത്തുക്കളെ സഹായിക്കാനും സുഹൃത്തുക്കളോടൊരു സ്നേഹവും സഹോദരങ്ങളോടൊക്കെ ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാവും. 3rd ഹൗസ് ലോർഡ് മൂന്നിൽ തന്നെ പ്ലേസ്മെൻറ്റ് വന്നാൽ. മനസ്സിലായല്ലോ? അപ്പോൾ അടുത്തത് നമുക്ക് 4ആം ഭാവത്തിലേക്ക്, 3ആം ഭാവാധിപൻ 4ൽ നിന്നാൽ എന്തായിരിക്കും ഫലം നോക്കാം. 3ആം ഭാവാധിപൻ 4ൽ നിന്നാൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും
അമ്മയോട് കൂടി ഒരു കംഫർട്ട് സോണായിരിക്കും. അമ്മയുടെ അടുത്ത് സംസാരിക്കാനൊക്കെ ഒരു നല്ല കംഫർട്ടായിരിക്കും, സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ 3-ാം ഭാവത്തിൻ്റെ ഒരു വളർച്ചാ ഭാവമാണ് 4-ാം ഭാവം. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും, വീട് അതും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ വീട്ടിൽ വളരെ ഒരു നേതൃത്വ ലെവലിലേക്ക്, അല്ലെങ്കിൽ വീട്ടിൽ താങ്കൾ പറയുന്ന 3-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുന്നവർ പറയുന്ന വാക്കുകൾക്ക് വീട്ടിൽ അമ്മയുടെ അടുത്തും വീട്ടിലും വാല്യൂ ഉണ്ടാവും, ബലമുള്ള ഗ്രഹമാണെങ്കിൽ. അതുപോലെ തന്നെ 3-ാം ഭാവാധിപൻ 4-ൽ നിൽക്കുമ്പോൾ 1-2 ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ഇത് പറയുന്നത്, പുരുഷ ജാതകത്തിൽ പൊതുവെ ഭാര്യ വളരെ ക്രൂരയായിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 3-ാം ഭാവാധിപൻ 4-ൽ സ്ത്രീ ജാതകത്തിൽ രാഹുവിനോടോ കുജനോടോ അല്ലെങ്കിൽ ചന്ദ്രനോടോ ഒക്കെ യോഗം ചെയ്ത് നിൽക്കുകയും ബുധൻ 7-ൽ വരികയും ശുക്രൻ ബലക്കുറവാവുകയും ചെയ്താൽ അവരുടെ ലൈഫ് ദാമ്പത്യ ജീവിതത്തിന് കൊള്ളില്ല എന്നാണ് പറയണേ. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യും, ബുധനും ശുക്രനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി. അല്ലെങ്കിൽ ഒരു കാര്യവും കൂടെ ഞാനങ്ങ് പറഞ്ഞു പോവാം. അതായത് ഈ ഒരു ഗ്രഹത്തിൻ്റെ എനർജി ഹൈ ആവുന്ന സ്ഥലത്ത് വേറൊരു ഗ്രഹത്തിൻ്റെ എനർജി ലോ ആവുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കാരകത്വങ്ങൾ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ശുക്രൻ ഏറ്റവും ബലം വരുന്ന സ്ഥലത്താണ് ബുധൻ ഏറ്റവും ബലം കുറയുന്നത്. ശുക്രൻ ഏറ്റവും ബലം കൂടുന്ന സ്ഥലത്താണ് ബുധന് ഏറ്റവും ബലം കുറയുന്നത്. മനസ്സിലാവും? അതായത് ശുക്രൻ ഉച്ചനാവുന്നിടത്ത് ബുധൻ നീചനാവും, ബുധൻ നീചനാവുന്നിടത്ത് ശുക്രൻ ഉച്ചനാവും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ഗ്രഹങ്ങൾക്കും വേറെ ഏതെങ്കിലും രാശിയിൽ ബലമുണ്ടെങ്കിൽ ശുക്രൻ വ്യാഴത്തിൻ്റെ രാശിയിൽ പോയിട്ടാണ് ഉച്ചനാവുന്നത്. അവിടെ ഒരു ഹീലിംഗ് രാശിയാണ് വ്യാഴമല്ലേ, അവിടെ പോയിട്ടാണ് ബലം കൂടുന്നത് പോലും. വിസ്ഡം പ്ലാനറ്റാണ്. വ്യാഴത്തിന് ശുക്രനെ കണ്ടെടുത്താൽ കണ്ടുകൂടാമെങ്കിൽ പോലും അദ്ദേഹത്തെ സമനായിട്ടാണ് കാണുന്നത്. അവിടെ പോയാൽ സമ എനർജിയുമായിട്ട് പുള്ളി സെറ്റായിക്കും. അവിടെ അത്യാവശ്യം നല്ല ബലവും കിട്ടും. ആ ഹീലിംഗ് ആയിട്ടുള്ള ഒരു ഹീലർ, വ്യാഴം ഒരു ഹീലറാണ്, ശുക്രനും ഒരു ഹീലറാണ്. അപ്പോൾ ആ ഒരു പ്യുവർ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് നേച്ചറുള്ള സ്ഥലത്ത് പോയിട്ടാണ് പുള്ളിക്ക് അതിബലമാവുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ തൻ്റെ രാശിയിൽ തന്നെ ഉച്ചനാവുകയും വേറൊരു ഗ്രഹത്തിനും ബുധൻ്റെ രാശിയിൽ ഉച്ചത്വം വരികയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ബുധൻ്റെ അടുത്ത് തന്നെയാണ് ബലക്കൂടുതൽ. അവരെക്കുറിച്ച് മാത്രമേ ആലോചിക്കത്തുള്ളൂ. അപ്പം ബുധന് ബലമുള്ള ഒരാളും ശുക്രൻ്റെ ബലമുള്ള ഒരാളും തമ്മിൽ ഒരിക്കലും ചേരില്ല. കാരണം എന്താ, ജാതകത്തിൽ ഒരു മെർക്കൂരിയൻ ടൈപ്പായിട്ടുള്ള ഒരാളും വീനസ് ടൈപ്പായിട്ടുള്ള ആളും തമ്മിലാണ് റിലേഷൻഷിപ്പ് വരുന്നതെങ്കിൽ മിക്കവാറും ഈ വീനസ് ടൈപ്പിനുള്ളതിനേക്കാളും കൂടുതലും ഈ മെർക്കുറി ടൈപ്പുള്ള ആളിന് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു ഉള്ളിലേക്ക് കടന്നുള്ള കാമ്പിലേക്ക് കടന്നു പോകാൻ മെർക്കുറിക്ക് കഴിയില്ല. മെർക്കുറിക്ക് അതിനുള്ള കഴിവില്ല. മെർക്കുറി സെക്കൻഡ് ഓർഡർ നോളജാണ്. ഉള്ളതിനെ വെച്ച്, ഒരു സ്പാർക്കിനെ വെച്ച് ആണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. ഭയങ്കര സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു ഹീലിംഗ് കപ്പാസിറ്റി അവർക്ക് കുറവായിരിക്കും. പക്ഷേ വീനസ് അങ്ങനെയല്ല. വീനസ് എന്ന് പറഞ്ഞാൽ ജെന്യുവിനാണ്. അതിന് ഉള്ളിൽ ആ ഒരു ഹീലിംഗ് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ഉള്ളിലുണ്ട്. അപ്പം നീചനാവുന്ന സ്ഥലത്ത് ആർക്ക് ബലം കൂടും? ശുക്രൻ നീചനാവുന്ന സ്ഥലത്ത് ബുധന് ബലം കൂടും. ബുധൻ നീചനാവുന്ന സ്ഥലത്ത് ശുക്രൻ ബലം കൂടും. അതോടൊപ്പം തന്നെ ബുധൻ വേറെ ആരുടെ രാശിയിൽ പോയി ഉച്ചനാവുന്നുമില്ല, ബുധൻ്റെ രാശിയിൽ വേറെ ആർക്കും ഉച്ചനാവാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താ, തൻ്റെ സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും ബലം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സാന്ദർഭികവശാൽ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 3-ാം ഭാവാധിപനായ ഗ്രഹം 4-ാം ഭാവത്തിൽ വരുമ്പം ഭാര്യ ക്രൂരയായിരിക്കും എന്ന് പറയാൻ എന്തെങ്കിലും 7-ൻ്റെ 10-ാം ഭാവമാണ്, അമ്മയുടെ ഭാവമാണിത്. കുടുംബവുമായിട്ട് 7-ന് അധികം ചേർച്ച വരികയില്ല എന്നുള്ളതും കൂടി, കല്യാണത്തിന് ശേഷം ഒരു ഭാര്യയ്ക്ക് തൻ്റെ കുടുംബവുമായിട്ടൊരു ചേർച്ചക്കുറവിനുള്ള സാധ്യതയും കൂടി ചില ആചാര്യന്മാരും ചില പുതിയ ഒബ്സർവേഷൻസ് പറയുന്നത്. സിക്കോറ പോലെ സ്ക്രിപ്റ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിനകത്തൊക്കെ വരുന്ന പല കാര്യങ്ങളും ഞാൻ വായിക്കാറുണ്ട്. അപ്പം അതിൽ 1-2 ഇടത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണിത്. അത് നിങ്ങൾക്ക് ഒബ്സർവേഷന് വേണ്ടിയിട്ട് വിട്ടുതരുന്നു. മറ്റേത് ഈ ഉച്ചനീചത്വങ്ങൾ, അത് അനുഭവമുള്ളൊരു കാര്യമാണ്. ആ ഒരു വ്യാഴത്തിൻ്റെ എനർജി ഉള്ള ഒരു സ്ഥലത്ത്, വിസ്ഡമുള്ള സ്ഥലത്ത് ചൊവ്വയുടെ അരഗൻസും ഈഗോയും
വർക്ക് ചെയ്യില്ല. വ്യാഴത്തിൻ്റെ വിസിഡവും ശക്തിയും ഇൻ്റലക്ച്വൽ ലെവലും ഉള്ളിടത്ത് ചൊവ്വയുടെ ആ ഒരു ആർഗ്യുമെൻ്റ് നേച്ചർ, സൈന്യാധിപ സ്വഭാവം വർക്ക് ചെയ്യില്ല. വ്യാഴം ഗുരുവാണ്, വിസ്ഡമാണ്, ശക്തനാണ് ഉള്ളുകൊണ്ട്. ഇത് ബാഹ്യമായിട്ടാണ് സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ ആ ടൈപ്പുകൾ തമ്മിൽ ചേരില്ല. അപ്പം വ്യാഴം ബലം കുറയുന്നിടത്ത് കുജന് ബലം കൂടുകയും കുജന് ബലം കുറയുന്നിടത്ത് വ്യാഴത്തിന് ബലം കൂടുകയും ചെയ്യുമ്പം ജൂപ്പിറ്റർ ടൈപ്പ് ഉള്ള ആൾക്കാരും കുജൻ്റെ ടൈപ്പുള്ള ആൾക്കാരും തമ്മിൽ ചേരില്ല എന്നുള്ളതും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് ഈ സന്ദർഭത്തിൽ. നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം മൂന്നാം ഭാവാധിപൻ 4-ൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ മൂന്നാം ഭാവാധിപൻ 4-ൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 4-ാം ഭാവം റിയൽ എസ്റ്റേറ്റ്, കുടുംബദേവത, ഇതൊക്കെയാണ്. അപ്പം കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടും. അതുപോലെ മൂന്നാം ഭാവാധിപൻ 4-ൽ നിന്ന് റിയൽ എസ്റ്റേറ്റ്, സ്വത്ത് ആയിട്ടുള്ള വിഷയങ്ങളിൽ വീട്ടിൽ സംസാരിക്കാനുള്ള ഇതുണ്ടാവും. അങ്ങനെ കൂടുതൽ അങ്ങനെ കമ്മ്യൂണിക്കേഷനൊക്കെ 3 കമ്മ്യൂണിക്കേഷനാണല്ലോ. അപ്പോൾ 4-ലേക്ക് അത് വരുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളും കുടുംബപരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുടെ കാര്യങ്ങളും അസറ്റ്സ്, വീടിൻ്റെ കുടുംബ സ്വത്തിലൊക്കെയുള്ള കാര്യങ്ങളും അമ്മയുമായിട്ടും ഒക്കെ ഒരു ചർച്ചകളും കാര്യങ്ങളും ഇവരുടെ വാക്കുകൾക്കൊക്കെ ഒരു വിലയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്തത് മൂന്നാം ഭാവാധിപൻ 5-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം? മൂന്നാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞാൽ ബലം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ കൊണ്ട് നല്ല സ്നേഹവും ഇതും. ബലം കുറഞ്ഞാൽ സഹോദരങ്ങൾക്ക് ഒരു സ്നേഹം ഉണ്ടാവില്ല. ചിലപ്പോൾ ഉള്ളിലുണ്ടാവും, പക്ഷേ ആ സഹോദരങ്ങളിൽ നിന്നുള്ളൊരു സ്നേഹം കിട്ടാനുള്ളൊരു ഭാഗ്യം കുറവായിരിക്കും. അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുതലായിരിക്കും, എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പ്രജ്ഞ, മേധ, വിവേകശക്തി, ഇവിടേക്കാണ് മൂന്നാം ഭാവാധിപൻ പോയി നിൽക്കുന്നത്. അപ്പം മനസ്സിൻ്റെ ബാഹ്യം കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുമ്പോൾ സബ് കോൺഷ്യസും കോൺഷ്യസ് മൈൻഡും കൂടെ മിക്ക ആൾക്കാർക്കും ഒരു ഡയലമയായിരിക്കും, അല്ലേ? ഒരു ചേർച്ച ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് മൂന്നാം ഭാവാധിപൻ 5-ൽ നിന്നാൽ ആ ഒരു ചേർച്ച ഉണ്ടാവും. 5-ാം ഭാവാധിപൻ 3-ൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ മൂന്നാം ഭാവാധിപൻ 5-ൽ നിൽക്കുമ്പോൾ പുറമേ കാണുന്നതിനെ ഉള്ളിൽ കൊണ്ടിട്ട് മനനം ചെയ്തിട്ട് അതിനൊരു ക്രിയേറ്റീവായിട്ടുള്ള ലെവലിൽ എക്സ്പ്രസ് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, കുഞ്ഞുങ്ങളോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല താല്പര്യമായിരിക്കും, കുട്ടികളോട് സംസാരിക്കാൻ നല്ല താല്പര്യമായിരിക്കും, സന്താന ഭാഗ്യമുണ്ടാവും. ഓക്കെ, വ്യാഴവും കൂടെ ബലം ഉണ്ടെന്നുണ്ടെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ മൂന്നാം ഭാവാധിപൻ 5-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ വലുതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കേൾക്കത്തില്ല. അവർ പറയും തന്തവൈവാണെന്ന് പറയും. ഇന്നത്തെ കാലത്ത് ഒരു കാര്യം അതല്ലേ, തന്തവൈവ് എന്ന് പറയും. അതായത് കുട്ടികളുടെ അടുത്തൊരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ നിന്നാൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഉറപ്പുള്ള ആശയങ്ങളെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുമ്പം അവർ സ്വാഭാവികമായിട്ട് അത് കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം ഇതെന്താ വെച്ചാൽ തന്തവൈവായിട്ട് സംസാരിക്കുന്നത്, അല്ല എന്താ അമ്മേ തന്തവൈവായിട്ട് സംസാരിക്കുന്നത് എന്ന് തോന്നും. നിങ്ങൾ ഒരുപാട് ജനറേഷൻ ഗ്യാപ്പിലൂടെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്, ഇങ്ങനെയൊന്നുമല്ല ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അത് വരാനുള്ള സാധ്യതയുണ്ട്. ബലം ക്ഷയമുള്ള മൂന്നാം ഭാവാധിപൻ 5-ൽ നിന്ന് പൊതുവെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എക്സ്പ്രസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവർക്ക് അസാധ്യമായിട്ടുള്ള കഴിവായിരിക്കും. ഉൾമനസ്സിൽ എന്താണോ കിടക്കുന്നത് പുറത്തേക്ക് കൊണ്ടുവരാനും പുറമേ കാണുന്ന വിഷയങ്ങൾ കൊണ്ടുവന്ന് സബ് കോൺഷ്യസ് മൈൻഡിലിട്ട് അതിനൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെയുള്ള ആ ഒരു കഴിവ് മനസ്സിൻ്റെ ഉള്ളിൽ പ്രജ്ഞ, മേധ, വിവേകശക്തി എന്നൊക്കെ പറയുന്നത് ആ ഒരു വിവേകശക്തിയും കഴിവും ഉണ്ടാവും. പക്ഷേ ബലം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും റോങ്ങായിപ്പോവും. സഹോദരങ്ങളിൽ നിന്നും ദുഃഖമായിരിക്കും, സന്താനങ്ങളിൽ നിന്നും ദുഃഖമായിരിക്കും ഫലം. മൂന്നാം ഭാവാധിപൻ 6-ൽ 3, 6, 8, 12. അതിൽ 6, 8, 12 മോശമാണ്. എന്നാലും മൂന്നാം ഭാവാധിപൻ 6-ൽ നിൽക്കുമ്പം സംസാരം കൂടുതലും വർക്ക് റിലേറ്റഡ് ആയിട്ടും സർവീസ് റിലേറ്റഡ് ആയിട്ടുമുള്ള കാര്യങ്ങളും, സംസാരം കൂടുതൽ രോഗം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും, സംസാരം കൂടുതൽ സഹോദരങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാം. സഹോദരങ്ങൾ ശത്രുവാവുന്ന വിഷയങ്ങൾ വരാം. സംസാരം കൂടുതൽ കടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാം. നമുക്ക് കൂടുതലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും ജീവിതത്തിൽ. മൂന്നാം ഭാവാധിപൻ
ആറിൽ നിന്നാൽ. അതുപോലെ തന്നെ അമ്മ വഴിയുള്ള ബന്ധുക്കൾ ശത്രുക്കളാവും. വല്ലാണ്ട് സ്നേഹിച്ച് കൊണ്ടു നടന്ന ഇളയ സഹോദരങ്ങൾ പിന്നീട് ശത്രുക്കളായി മാറും. അവരിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. അത് നിമിത്തം വിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നല്ല പൊസിഷനുള്ള ജോലിയിലൊക്കെ ആയിരിക്കുന്നെങ്കിൽ ധാരാളമായിട്ട് അനധികൃതമായിട്ട് സമ്പാദിക്കും. കൈക്കൂലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വഴി സമ്പാദിക്കും. ഞാനിതൊന്നും അധികം ഇങ്ങനെ നെഗറ്റീവ് സബ്ജക്റ്റുകൾ അധികം അങ്ങനെ ഊന്നി പറയാത്തതാണ്. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. മൂന്നാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്നവർക്ക് വഴിവിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വഴി സഹായങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചതി, വഞ്ചന, അതേപോലെ കടം, ഇതിലൊക്കെ പെട്ടുപോകാനോ അല്ലെങ്കിൽ ഇവരത് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. മൂന്നാം ഭാവാധിപൻ ആറിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വല്ലാത്ത കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നെഗോഷിയേറ്റർ ആകുക എന്നുള്ള. പ്രത്യേകിച്ച് HR ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സാലറി ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ, അതുപോലെ ബിസിനസ്സിലായാലും എന്തിനായാലും അത് കൃത്യമായിട്ടിട്ട് ചുരുങ്ങിയ ലെവൽ അതിനെ കൊണ്ട് പിടിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടാവും. അപ്പം ഇത്രയൊക്കെയാണ് മൂന്നാം ഭാവാധിപൻ ആറിൽ നിന്നാലുള്ള ഫലം. പൊതുവെ മൂന്നാം ഭാവാധിപൻ ആറിൽ നിൽക്കുന്ന അത്ര നല്ലതല്ല. അടുത്ത മൂന്നാം ഭാവാധിപൻ 7-ൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.